മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ കുഞ്ഞിനെയും മഹിയെയും നശിപ്പിക്കാനായിട്ട് ശ്രമിച്ച പ്രതാപനെ നല്ല രീതിക്ക് തല്ലിച്ചതയ്ക്കുന്നുണ്ട് കണ്ണൻ. അങ്ങനെ കണ്ണനാണെങ്കിൽ ഹെൽമറ്റെല്ലാം വെച്ചുകൊണ്ട് തന്നെ വന്നാണ് തല്ലിച്ചതയ്ക്കുന്നത്. അതുകൊണ്ട് പ്രതാപന് തന്നെ ആരാണിത് ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പ്രതാപൻ്റെ കരച്ചിൽ കേട്ട് മുത്തശ്ശിയും കരുണയും ആണെങ്കിൽ പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെ കാണുന്നതും കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മുത്തശ്ശിയുടെയും കരുണയുടെയും കരച്ചിൽ കേട്ട് ഓടി വരികയാണ് മോഹിനി. അങ്ങനെ അവരെല്ലാവരും കൂടെ പ്രതാപൻ്റെ അടുത്ത് ചെന്ന് പ്രതാപനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരികയാണ്. മുത്തശ്ശി പ്രതാപൻ്റെ കിടപ്പ് കണ്ട് അയ്യോ എൻ്റെ മോൻ എന്ത് പറ്റിയെന്നെല്ലാം വിളിച്ചുകൊണ്ട് അലറി കരയുന്നുണ്ട്. അതേസമയം കരുണയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാവരും കൂടെ പ്രതാപനെ പൊക്കിയാണെങ്കിൽ റൂമിലോട്ട് കയറ്റുന്നുണ്ട്. റൂമിലോട്ട് പോകുന്ന വഴിക്ക് പ്രതാപം പറയുന്നുണ്ട്, എൻ്റെ മർമ്മസ്ഥാനം നോക്കിയാണ് ആരോ തല്ലിച്ചതച്ചിരിക്കുന്നത്, എനിക്കൊട്ടും നടക്കാൻ വയ്യ അമ്മയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ അലറിക്കരയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ പ്രതാപൻ്റെ വീട്ടിൽ നിന്നും കാറിൽ കയറി പോകുന്നുണ്ട്. കണ്ണൻ വന്നത് ആരും കാണാതെ തന്നെയാണ്. മുറിയിൽ കൊണ്ട് കിടത്തുന്ന പ്രതാപനാണെങ്കിൽ കിടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ പ്രതാപനാണെങ്കിൽ അലറി കരയുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇനി നീ കേസ് കൊടുത്താലും വേണ്ടിയില്ല, എനിക്ക് രണ്ടെണ്ണം നിന്നോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിൻ്റെ മോളുടെ രഹസ്യ കാമുകന്മാരായിരിക്കും എൻ്റെ മോനെ തല്ലിച്ചതച്ചതെന്നെല്ലാം പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, നിങ്ങളുടെ ഇങ്ങനത്തെ വർത്തമാനം തന്നെയാണ് നിങ്ങൾക്കിതെല്ലാം വന്നു ചേരുന്നതെന്ന് പറയുകയാണ്. പ്രതാപനാണെങ്കിൽ ഒട്ടും കിടക്കാൻ പറ്റാതെ തന്നെ വളരെ അലറി കരയുകയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എടി നിനക്കിപ്പോൾ സമാധാനമായല്ലോ, ഇവൻ്റെ നിലവിളി കേട്ടപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ കാരണം പറയുന്നുണ്ട്, അമ്മ ഇനി എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത്, അമ്മയ്ക്ക് പോയി കിടന്നു ഉറങ്ങിക്കൂടെ എന്നെല്ലാം ചോദിക്കുകയാണ്. പിന്നീട് മഹിയുടെ അടുത്തോട്ട് വന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, തൻ്റെ തറവാട്ടിൽ ഞാൻ പോയിരുന്നു, ആ പ്രതാപന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, നന്നായുള്ളൂ കണ്ണേട്ട, എനിക്ക് വളരെ ഇഷ്ടമായി, കണ്ണേട്ടൻ ഇപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ ഉണ്ണിയോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. അവൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്, അവനെ ഇനി ആ ഓഫീസിൽ വെച്ച് പൊറപ്പിക്കുന്നത് ശരിയല്ല കണ്ണേട്ട, എത്രയും പെട്ടെന്ന് അവനെ ഓഫീസിൽ നിന്ന് പറഞ്ഞയക്കണം. അതുപോലെ തന്നെ ആ കരുണയെയും കണ്ണേട്ടനെ ദ്രോഹിക്കുന്ന എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെല്ലാം ചോദിച്ച് മഹിയെ ചേർത്ത് നിർത്തുന്നുണ്ട് കണ്ണൻ. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മോൾ ഇന്നൊന്നും നിന്നെ വിളിച്ചില്ലേടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോളെ ഇന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എന്താടി നിൻ്റെ മോൾ രാവിലെയും വൈകിട്ടും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നവളാണല്ലോ, ഇപ്പോൾ എന്ത് പറ്റി ഇന്ന് ഒരു ദിവസത്തേക്ക് അവൾ വിളിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോൾ വിളിച്ചോ ഇല്ലേന്ന് നിങ്ങൾ എന്തിനാണ് ഏതു നേരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ കുഴപ്പം, അവൾ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യും, അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മുടക്കമൊന്നും ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ മുത്തശ്ശിയുടെ നേരെ ചാടിക്കടിക്കുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മോഹിനി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ചാടിത്തുള്ളി പോയവൾക്ക് നാളെ കരയാനുള്ളൊരവസരമുണ്ട്, അതുകൊണ്ട് അവളുടെ മോളാണെങ്കിൽ അവൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമെല്ലാം കഴിച്ച് ഇപ്പോൾ നല്ലപോലെ കിടന്നുറങ്ങുകയാണ്. അധികം താമസിയാതെ തന്നെ അവളുടെ കുഞ്ഞ് പുകഞ്ഞു പോവും, അതുകൊണ്ട് നാളെ അവൾക്ക് കരയാനുള്ളതല്ലേ, അവളിപ്പോൾ തുള്ളിച്ചാടി പോട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും കരുണയും എല്ലാം സന്തോഷിക്കുകയാണ്. അങ്ങനെ പ്രതാപനും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് മഹിയെ ലേഖയുടെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെ കണ്ണനുമാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, മഹിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വേറെ ആരുടെയോ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഇവരിങ്ങനെ നടക്കുന്നത്. പക്ഷേ അത് എൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളക്കൂട്ടങ്ങൾ എന്ത് ചെയ്തു കൂട്ടുമെന്നറിയില്ല, അത് ഈ ഭൂമിയിൽ ജനിക്കാൻ തന്നെ അവരനുവദിക്കില്ല എന്ന് കണ്ണൻ അനന്തുവിനോടായിട്ട് പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട്, ഇത് എത്ര നാളിങ്ങനെ മൂടിക്കൊണ്ട് പോകും കണ്ണ, ഇതിനൊരു അവസാനം വേണ്ടേ, അതുകൊണ്ട് നീയും മഹിയും കൂടെ നിൻ്റെ കുഞ്ഞാണ് മഹിയിൽ വളരുന്നതെന്ന് അവരെല്ലാവരും അറിയണം, അതിന് അധികം താമസിയാതെ തന്നെ എല്ലാവരെയും അറിയിക്കേണ്ടതാണ് എന്നെല്ലാം കണ്ണനോടായിട്ട് പറയുകയാണ്. ഇതിന് നീട്ടിക്കൊണ്ടു പോകാൻ എനിക്കും ഒട്ടും ഉദ്ദേശമില്ല എന്ന് അനന്തുവിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. ഇനി ഓരോരുത്തരെയും വീട്ടിൽ നിന്നും പതിയെ പുറത്താക്കണം, ആ പ്രതാപൻ്റെ മോളെയും എൻ്റെ അനിയനായ ഉണ്ണിയും വേണം ആദ്യം അവിടെ നിന്ന് പുറത്താക്കാൻ, അവരെ കാണുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച പ്രതാപൻ്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് അനന്തുവിനോട് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അത് നീ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം, അവരെയൊന്നും ഇനി ആ വീട്ടിൽ വാഴിക്കാൻ നീ സമ്മതിക്കരുതെന്ന് പറയുന്നുണ്ട്. അതേസമയം ഉണ്ണിയെയും കരുണയെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കണ്ണൻ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.